അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജന്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ കർത്താവ്. ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിൻ്റെ വാതിലുകളാണ്. ഓരോ ദിവസവും പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത്, ചില സുവിശേഷ പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം, റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ അതിന് ഈശോയുടെ ക്ഷണം വന്ന് കാണുക. പക്ഷേ രസം എന്ന് പറയുന്നത്, ആദ്യം വചനത്തിൻ്റെ ഇവിടെ വസിച്ചതാരാ? ഇസ് ഇറ്റ് ദ അപ്പോസ്റ്റൽസ്? നെവർ നോട്ട്. അല്ലല്ല, അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത്. അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത്. അമ്മയാണ് വചനത്തോട് സംസാരിച്ചത്. കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ്. അപ്പം ഈ വചനത്തിൻ്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം. വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവാണ്. ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു. മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്താണെന്ന് നമ്മൾ പറയും. പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത്, മറിയത്തെ ചൂണ്ടിക്കാണിച്ചത്, യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാപക യോഹന്നാനാണെങ്കിൽ
മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ്, സ്നാപകയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മ, സ്നാപകയോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാപകയോഹന്നാൻ്റെ അമ്മയാണ്. എലിസബത്താണ് പറയണത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത? അത് തന്നെയാണ് സ്നാപകയോഹന്നാനും പറയണത്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല. ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത്. ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ്. എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിന് മുമ്പിലുള്ള ഈ അയോഗ്യത, കർത്താവേ, അത് റോമൻ പൊണ്ടിഫാണ്. റോമൻ പൊണ്ടിഫല്ലേ, റോമൻ പടയാളിയാണ്, സൈന്യാധിപനാണ് അത് മനസ്സിലാക്കിയത്. ജീസസ്, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് യു ഇൻ മൈ ഹോം. അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിലിൻ്റെയും ആദ്യ പടി ആണ് നീ അനുതപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയണം. വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട്. നീ വചനം വായിക്കാൻ നേരത്തും വചനം ജീവിക്കാൻ നേരത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെക്കാളുപരി അനുതാപമാണ്. അനുതപിക്കുക, വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ്. അനുതാപമില്ലാത്ത വിശ്വാസത്തെ, വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താ? അനുതപിക്കുക. എൻ്റെ പേര് ഏഞ്ചൽ മരിയ ബിജു. ഞാൻ വരുന്നത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി 2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെല്ലാൻ തുടങ്ങി. എന്നാൽ ഞാൻ സുവിശേഷ പ്രഘോഷണം എൻ്റെ പള്ളികളിൽ മാത്രമേ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഗവൺമെൻറ് കിട്ടാനൊരു മാർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്രില്യൻ പാലയിൽ അവിടെ പോയി ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നു. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഉഴപ്പുകയാണ് ചെയ്തത്. ഞാനങ്ങനെ കറക്റ്റായിട്ടൊന്നും പാലിക്കില്ലായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ്, അതായത് മെയ്യിലായിരുന്നു ഞങ്ങളുടെ പരീക്ഷ, ഏപ്രിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാരുണ്യ പ്രവൃത്തികളും അതൊന്നും ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം 481 സ്കോർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആൻസേഴ്സ് തെറ്റുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷം 2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുവാണ്, പക്ഷേ അവസാനം ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് അത് വരുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഉടമ്പടി ലൈവെല്ലാം ഞാൻ കൃത്യമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് അപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ സുവിശേഷ പ്രഘോഷണമാണെങ്കിലും കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ പോലും കർത്താവിനെ വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ OMR റിലീസായപ്പം ഞാൻ മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും, എനിക്ക് 481 ഉണ്ടായിരുന്നില്ല ആദ്യം ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ. അതേ മാർക്ക് തന്നെ മാതാവേ, ഒരു മാർക്ക് പോലും കുറയാതെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആ കറക്റ്റ് മാർക്ക് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിലൊരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം, എൻ്റെ റാങ്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഗവൺമെൻറ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതിനുള്ള റാങ്കൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു, എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അതെൻ്റെ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു,
മാതാവും ഈശോയും കൂടെ സംസാരിക്കുന്നത്. മാതാവ് പറയുന്നു, എൻ്റെ മോളല്ലേ, ഈശോയെ പറഞ്ഞു എൻ്റെ മോളല്ലേ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കും, അത് പക്ഷെ താമസം ഉണ്ടാവും, ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ ജൂലൈ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടാമത്. അതിനുശേഷം ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് പാലിച്ച, എല്ലാ നിബന്ധനകളും വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി. ഞാൻ പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും എന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഈ പ്രാവശ്യം കിട്ടുമോ ഇല്ലയോ. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ അവർക്ക് മുമ്പ് എന്ത് പറയണമെന്നുമില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോടൊരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 308. അത് എൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പറായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി, അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, അങ്ങനെയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്കപ്പോൾ കിട്ടുവാണ്. അന്ന് തന്നെ 3 തവണ എനിക്ക് ആ നമ്പർ കിട്ടി. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും 3 തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്നനുഗ്രഹിച്ചു. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡെൻ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് MBBS-ഉം ഗവൺമെൻറ് BDS-ഉം 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു BDS-ൽ. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ആയപ്പോൾ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് അത് മാത്രം കയറിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ഇത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു വചനം എനിക്ക് കിട്ടി, തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ കാവൽക്കാരൻ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നായിരുന്നു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ തേർഡ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ 21-ാം തീയതി ഒരു വിജ്ഞാപനം വന്നു. അതായത് സുപ്രീം കോടതി വിധി വന്നു. BPL സ്കോളർഷിപ്പ്, അത് 2020 ക്യാൻസലായൊരു സ്കോളർഷിപ്പാണ്, വീണ്ടും അത് വന്നു. BPL വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം എനിക്ക് പ്രൈവറ്റ് കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം, ഏകദേശം 11 ലക്ഷം രൂപയാവും. നമ്മളത് അടച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫണ്ടില്ല. അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരാൾ സ്പോൺസർ ചെയ്തു. 8.5 ലക്ഷം രൂപ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച്. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അൽ-അസ്സർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. നവംബർ 15-നാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് മാതാവ് എന്നെ നേരത്തെ തന്നെ കാണിച്ചു തന്നായിരുന്നു. ഈ നമ്പർ 308 വെച്ച് എനിക്ക് റിലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു. നിനക്ക് ഈ ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. ആ ദിവസം തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നു. ഞാനിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഡയബറ്റിക്സ് രോഗം ഉണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ്റെ കാലിൽ മുട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ വ്രണങ്ങൾ വന്നിങ്ങനെ പഴുത്തായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി ലൈവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞു, മുട്ടിന് താഴെ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന്. അതെൻ്റെ അച്ചാച്ചനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ്റെ കാല് കരിയുകയുണ്ടായി. പിന്നെ മാതാവിൻ്റെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ നേരം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു, ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ. പിന്നെ എൻ്റെ തിരിയിൽ ഇങ്ങനെ പൂ പോലെ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയായിരുന്നു. ഇനി എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സാക്ഷ്യമാണ്, അത് അച്ചാച്ചൻ പറയും. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, അമ്മയെ സ്തുതി, അമ്മയെ മഹത്വം. എൻ്റെ ഒരു പ്രകടമായ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ ഉടമ്പടിയുടെ ബലത്തിൽ
ഞാനൊരു വ്യക്തിയുടെ നിന്ന് ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിക്കുകയുണ്ടായി. കടം എന്ന് പറഞ്ഞാൽ ചിട്ടിയായിട്ടാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു 10-75 രൂപ ഞാൻ അടച്ചു കൊടുത്തായിരുന്നു. ഇപ്പം എനിക്കൊരു ബിസിനസ്സായിരുന്നു. ബിസിനസ് ഫ്ലോപ്പായി. പിന്നീട് എനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ശകലം പൈസ വന്നു. ഞാൻ ആ പൈസയും പിന്നെ ബുക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അന്ന് ഉള്ളത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പം അദ്ദേഹം അത് മേടിച്ചിട്ട് ബുക്കും മേടിച്ചിട്ട് എന്നെ തല്ലി. പ്രത്യേകിച്ചൊരു കാരണമില്ല, തല്ലി. ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു പോന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് പിന്നെ കോടതി കേസ് ഫയൽ ചെയ്തു. 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഫയൽ ചെയ്തു. കേസുമായിട്ടൊരു 3 വർഷം മുന്നോട്ട് പോയി. 3 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കോടതി വിസ്താരം തുടങ്ങി. അദ്ദേഹത്തെ വിസ്തരിച്ചപ്പം പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടത്. വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 4 ലക്ഷം രൂപ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോൺ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞു. അതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രൂഫ് ഉണ്ടോയെന്ന് പറഞ്ഞു. അത് എന്നാൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത കോടതി കൂടുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നു. ആ കേസ് തള്ളിപ്പോയി. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ടാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ മേടിച്ച് ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ ഹോസ്പിറ്റൽസ്, വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലും കയറി എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ MBBS കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ആരെന്നോട് എന്ത് പഠിക്കുകയാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും കൃപാസന മാതാവ് കാരണമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ രോഗികൾക്ക് തൈലമൊക്കെ പുരട്ടി കൊടുക്കും. പിന്നെ അവിടെ ബാലികാഭവനിൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അഭിഷേക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ 26/5/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പതറയിലുള്ള ആളാണ്. പേര് ടോമി ജോസഫ്. ഇത് എൻ്റെ മകൾ മിഷേൽ ടോമി. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരല്പം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. മകൻ ബാംഗ്ലൂരിൽ ജോലിയാണ്. അവൻ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മകൻ്റെ സാമ്പത്തിക സഹായം ചെയ്യുവാനോ മകളുടെ വിവാഹം നടത്തുവാനോ ഒന്നും സാധിക്കാത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാണ്ട് സാധിച്ചില്ല. വീണ്ടും കൊറോണ കാലമായി. അതിനുശേഷം 26/5/2023 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ വെച്ച നിയോഗങ്ങൾ നടന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. എൻ്റെ മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിശ്ചിതമായിട്ടുള്ള സമയത്ത്, ആ വിവാഹം നടക്കുന്ന സമയത്ത് മകളുടെ ഭർത്താവ് ജർമ്മനിയിലാണ്. അപ്പോൾ അവന് അവധി കിട്ടുന്ന ആ സമയത്ത് വിവാഹം നടക്കണം. അതുപോലെ തന്നെ മകൾക്ക് അവിടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് അഡ്മിഷൻ ലഭിക്കണം. അത് ഏപ്രിൽ മാസത്തെ കോഴ്സിന് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ 2 കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് IELTS എഴുതണം. അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നു. കൃത്യമായിട്ടും 2024 ഫെബ്രുവരി 8-ാം തീയതി മകളുടെ വിവാഹം നടന്നു. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒത്തുവന്നു. അതിനുശേഷം 9-ാം തീയതി ഇവർക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ അതിന് മുമ്പ് ലഭിച്ചു. അതിനുശേഷം ആ സമയത്തേക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടുള്ള പൈസ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് കയ്യിലെത്തിച്ചേർന്നു. ഒരു ഫെഡറൽ ബാങ്കിൽ നിന്നൊരു ലോണിന് അപേക്ഷിച്ചു. അഗ്രി ഓടി ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു 10-15 ദിവസം താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലോണ് എനിക്ക് പാസ്സായിട്ട് എമൗണ്ട് കൃത്യമായിട്ട് വന്നു. കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. മാതാവിന് നന്ദി, ഈശോയ്ക്ക് സ്തുതി. അതുപോലെ തന്നെ വീണ്ടും ഇവളുടെ വിസ ആദ്യമേ ചെയ്തപ്പോൾ SOP എഴുതിയിലെ സാങ്കേതിക തകരാറ് മൂലം ഒന്ന് റിജക്റ്റായി. വീണ്ടും ഞാനൊരു നിയോഗം വെച്ചിരുന്നു. ആ നിയോഗപ്രകാരം അടുത്ത ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് വിസ ലഭിക്കുകയും ഇവർക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് സ്തുതി, മാതാവിന് നന്ദി. വീണ്ടും ഉടമ്പടി വസ്തുക്കൾ ഇങ്ങനെ ലോണൊക്കെ ഉണ്ടെങ്കിലും
ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉപ്പ് തളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടിന് തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു വലിയ തെങ്ങ്, മണ്ട പോയ തെങ്ങ്, ഒരു 65 അടി 70 അടിയോളം നീളമുള്ളൊരു തെങ്ങ് ചുവട് ഒടിഞ്ഞിട്ട് നമ്മുടെ കൈവണ്ണമില്ലാത്തൊരു ചെറിയ കമ്പിൽ തങ്ങി നിന്നു. അപ്പോൾ അത് കണ്ട് എനിക്ക് പണിതുകൊണ്ടിരുന്നവരും അടുത്തുള്ള ആൾക്കാരും എല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ഇത് പോന്നാൽ എൻ്റെ വീടിൻ്റെ ഒരു 3 ഭാഗത്തിൻ്റെ മുകൾ വശത്തോടെ തകർത്തുകൊണ്ട് മുൻവശത്തുള്ള മുറ്റവും കഴിഞ്ഞ് പോകാനായിട്ടുള്ള അത്രയേറെ നീളമുണ്ട് ആ വീടിൻ്റെ ആ തെങ്ങിന്. പക്ഷേ എനിക്ക് യാതൊരു വിധമായ ടെൻഷനും ആ സമയത്ത് ഉണ്ടായില്ല. ഞാൻ ആ തെങ്ങിന് ചുറ്റുമായിട്ട് ഉപ്പ് തളിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എൻ്റെ വീടിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. യാതൊരു വിധത്തിലും എൻ്റെ വീടിന് ഒരു അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകരുത് എന്ന് ഞാൻ നിയോഗമായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 41.5 മാസത്തിന് ശേഷമാണ് ആ തെങ്ങ് വെട്ടി മാറ്റാനായിട്ടുള്ള ഒരാളെ കിട്ടുന്നത്. മറ്റാരും അത് വെട്ടി മാറ്റാനായിട്ട് ധൈര്യപ്പെട്ടില്ല. ഈ വന്നയാൾ വളരെ പ്രാർത്ഥനയിലും വളരെ നിഷ്ഠയോടും ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വന്നൊരു 15 മിനിറ്റ് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ട് ആ തെങ്ങ് കഷ്ണങ്ങളായി വെട്ടി മുറിച്ച് മാറ്റാനായിട്ട് സാധിച്ചു. മറ്റുള്ള ഒരു വെട്ടുകാരും ധൈര്യപ്പെടാതിരുന്നൊരു കാര്യമാണ്. അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക കാര്യം, ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ഏറ്റവും വലിയ മഴയും കാറ്റും ഉണ്ടായിരുന്ന ദിവസം തന്നെ ഒരല്പം ബ്രേക്ക് കിട്ടുകയും ഈ സംഭവം അപകടരഹിതമായിട്ട് വെട്ടി മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതുപോലെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റും ആയുർവേദ തെറാപ്പി ഇൻസ്ട്രക്ടറുമായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു ദിവസം രാത്രിയിൽ ഒരു 8 കാലി കടിച്ചു. ഉറക്കത്തിൽ മറ്റേ കാലുകൊണ്ട് നോക്കിയപ്പോൾ മറ്റേ കാലിലും കടിച്ച്. ഇത് രാവിലെ ചത്ത് കാലിലിരുന്നപ്പോഴാണ് ഇത് 8 കാലി കടിച്ചതാണെന്ന് മനസ്സാകുന്നത്. ഞാൻ 2 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചു. പിന്നീട് മറന്നുപോയി, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. വീണ്ടും പല തവണകളിലും ആ ഒരു സമയമാകുമ്പോൾ ഏറെക്കുറെ കാലിൽ ചെറിയ ചൊറിഞ്ഞുപൊട്ടലുണ്ടാകുമായിരുന്നു. ഒരല്പം മരുന്ന് കഴിയും, അതൊക്കെ മാറും. വീണ്ടും 12 വർഷം ശേഷം അതികഠിനമായ ചൊറിഞ്ഞ് പൊട്ടുന്നൊരവസ്ഥയിലേക്ക് വന്ന കാല് എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ദിവസങ്ങളിൽ 2-3 മാസം കഷായം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും പുരട്ടുകയും ഒക്കെ ചെയ്തിട്ടും ഇത് മാറാതിരുന്നു. ഇവിടെ നിന്നുള്ള വിശുദ്ധ തൈലവും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ കാലിൽ പുരട്ടി. അത് പരിപൂർണമായിട്ടും ആ അലർജി പരിപൂർണമായിട്ട് ശമിച്ചു. അനുഗ്രഹ പ്രാർത്ഥനയിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ച് സ്ഥലത്തിൻ്റെ ആ വിൽപ്പന നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം അച്ഛന് അനുഗ്രഹ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ വിഷമിക്കുന്ന കാര്യത്തിൽ 17 ദിവസത്തിനകം ദൈവ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. കൃത്യം 12ാമത്തെ ദിവസം എൻ്റെ സ്ഥലവും വീടും കാണാനായിട്ട് ആൾക്കാർ വന്നു. 14ാമത്തെ ദിവസം കണ്ടതിൻ്റെ പിറ്റേ ദിവസം അവർ വരട്ടെ എന്ന് ചോദിച്ചു. അന്ന് എനിക്കൊരു അസൗകര്യം കൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം വന്നു. സ്ഥലം കച്ചവടമായി. സ്ഥലത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർന്നു. 3-ാം തീയതി ഞാൻ ആ താക്കോൽ കൊടുത്ത് പരിപൂർണമായിട്ട് അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥലം വിൽപ്പന നടക്കുകയില്ല എന്നും ആ പ്രദേശത്തെ സ്ഥലങ്ങളൊന്നും വിൽപ്പന നടക്കുകയില്ല, കേരളത്തിൽ തന്നെ ഇത്ര സ്ഥലം വിൽപ്പന നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരല്പം കൂടുതൽ സ്ഥലമുണ്ടായിരുന്നു. 4 ഏക്കർ 5 ഏക്കറോളം അടുത്തുള്ള സ്ഥലമുണ്ടായിരുന്നു. അതുപോലെ പല പ്രശ്നങ്ങളുമുള്ള ഏരിയയാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഭീഷണി, അതുപോലെ തന്നെ ബഫർ സോൺ ഏരിയ. അതൊക്കെ കാരണത്താൽ ഒരു കാരണവശാലും ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഞാൻ പറയാതെ തന്നെ പോയി പറയുന്നു, സ്ഥലം വിൽപ്പന നടന്നുവല്ലേ എന്ന് ചോദിക്കുന്നു. കൃപാസനത്തിൽ പോകുന്നുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. കൃത്യമായിട്ടും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ടും മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹം, ഒരു മാധ്യസ്ഥതയിൽ ഈശോയുടെ ഒരു അനുഗ്രഹത്തിൽ മാത്രമാണ് ഈ സ്ഥലം വിൽപ്പന നടന്നത്. സ്ഥലം വിൽപ്പന നടന്നു. എൻ്റെ മകനും മകൾക്കും ഷെയർ കൊടുക്കുവാനായിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അൺമാരീഡ് ആയിട്ടുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്കുള്ള 1 ഏക്കർ വീതം കൂടി ഇത് ചേർത്തുണ്ടായിരുന്നു. അതും വിറ്റും അവരുടെയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു അനുഗ്രഹം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എല്ലാ വീടുകളിലും എൻ്റെ അടുത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ പലർക്കും പത്രം ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഈ മാസത്തെ പത്രം കിട്ടുകയോ എന്ന് എന്നോട് ചോദിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ കയറി രോഗികളെ സന്ദർശിക്കാറുണ്ട്. എപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ കിടക്കുന്ന രോഗികളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പടി കാശുരൂപം ധരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അപൂർവമായൊരു കാഴ്ചയോടെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഞാൻ വെച്ചിട്ടുള്ള മറ്റൊരു നിയോഗമാണ് എൻ്റെയും മകൻ്റെയും എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്. 10-12 വർഷങ്ങളായി. എൻ്റെയും മകൻ്റെയും ഭാര്യയുടെയും മകളുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന്. എല്ലാ ചെറിയ കാര്യങ്ങളിലും എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേക സംരക്ഷണമുള്ളതായിട്ട് എനിക്കൊരു ബോധ്യവും അനുഭവവും ഉണ്ടാകാറുണ്ട്.
ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തിൻ്റെ ഈ വേദിയിൽ വന്ന് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹം ലഭിച്ചതിന് ഈശോയ്ക്കും മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എപ്പോൾ ബൈബിൾ തുറന്നാലും ഉടമ്പടിക്ക് ശേഷമാണ് ഒരു പ്രത്യേകത കണ്ടത്. ഇപ്പോൾ ഞാൻ ഉറപ്പ് പറയാണ്, ബൈബിൾ എപ്പോൾ തുറന്നാലും എപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാലും എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുന്ന് നൽകിയ അനുഗ്രഹബന്ധം. പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് പൂജ മോഹൻ, തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 8/6/2024. ഉടമ്പടി എടുത്തു എന്നല്ല, അമ്മ മാതാവിനെ എങ്ങനെ എനിക്ക് പരിചയം, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് പരിചയമെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രം വഴിയോ ആരും ഇത് മെസ്സേജ് വഴിയോ ഒന്നുമല്ല എനിക്ക് അമ്മ മാതാവിനെ അറിയാവുന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്കിലൂടെ മാതാവിൻ്റെ കുറേ ഫോട്ടോസ്, അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ സാക്ഷ്യങ്ങൾ. അപ്പം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ് ഉടമ്പടി എന്താണ് ഇങ്ങനെ. അപ്പം എനിക്കൊരാഗ്രഹം ഇവിടെ വരണമെന്ന്, വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വരും, വീട്ടിലെങ്ങനെ ഞാൻ പറയും, അവരെങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പം എന്നിട്ടും ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മൊത്തം കാണും, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെ ഇവിടെ എത്തും? യൂട്യൂബിൽ സെർച്ച് ചെയ്തു, കലവൂരെത്തിയിട്ട് ബസ്സിൽ വരണം. അപ്പം ഞാൻ എല്ലാ ലൊക്കേഷനും എല്ലാം മനസ്സിൽ വെച്ചു, എപ്പോഴെങ്കിലും എന്തെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാമല്ലോ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴത്തേനും എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ ടീച്ചർ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, രേഷ്മ എന്നാണ് പേര്. അപ്പം പറയും, ചേച്ചി നമുക്കൊരു ദിവസം പോവാം, ഒരുമിച്ച് പോകാം, എൻ്റെ അമ്മയും കൂടെ വിളിക്കാം, നമുക്ക് പോയിട്ട് മാതാവിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ശരി, അങ്ങനെ ആവാം. ഞാൻ വീട്ടിൽ ഇങ്ങനെ പറയും, അച്ഛനോടങ്ങനെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് കാണണം. ഒന്നും പറഞ്ഞില്ല, പൊയ്ക്കോ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 3:30 ബസ് ട്രെയിനിന്, ഏറനാട് എക്സ്പ്രസ്സിന് ഞങ്ങൾ വന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 23 രൂപ കൊടുത്ത് ബസ്സിൽ കയറി, കലവൂരിറങ്ങി, 30 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ വന്നു, ഇറങ്ങി. ഉടമ്പടി എടുക്കണം എന്താണെന്നൊന്നും അറിയില്ല, നേരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു, നേരെ അവിടെയാണ് പുതിയ ഉടമ്പടി എടുക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ആണെങ്കിൽ തിരക്കുമില്ല, ഞങ്ങളെ കൊണ്ട് ടിക്കറ്റും എടുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതായിരിക്കും നിയോഗം, എടുക്കാം, ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുകയായിരുന്നു, വിശുദ്ധ കുർബാന. അപ്പോഴത്തേനും അച്ഛനെ ടി വിയിൽ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കണ്ടതുപോലൊരു സന്തോഷമായിരുന്നു മുഖത്ത്, അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ. കുറേ നേരം അവിടെ നിന്നു, അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കണ്ടു, സന്തോഷം. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥനയുണ്ട്, ഞാൻ 9:30 ഉടമ്പടിക്ക് കയറും, ഞാൻ പ്രാർത്ഥിക്കും, എഴുതും, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആ കുട്ടിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്ലാസ് ഒന്നും അധികം മനസ്സിലാവില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം കേട്ടു. ഉടമ്പടി ഇങ്ങനെയാണ്, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ 90 ദിവസം നന്നായിട്ട് കൊണ്ടുപോകണം, എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു, 6 നിയോഗം വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ 6 നിയോഗം വെക്കും. എന്ത് വെക്കും? ആദ്യത്തെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, അമ്മ മാതാവേ, ഒരിക്കലും നീ എന്നെ വിട്ട് പിണങ്ങി പിരിഞ്ഞു പോകരുതേ എന്ന്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആദ്യത്തെ ഒരു നിയോഗം ഞാൻ അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെക്കേണ്ടി വന്നതുകൊണ്ട് 4-5 പ്രാവശ്യം വെച്ചു. അപ്പോൾ അവിടുത്തെ ആ സാറ് പറഞ്ഞു, ഒരു നിയോഗം അമ്മ മാതാവിന് വേണ്ടി വെക്കണമെന്ന്. ഞാനത് ആദ്യമേ വെച്ചു. 1ാമത്തെ നിയോഗമായിട്ട് വെച്ചു, എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്, എന്നോട് പിണങ്ങി പോകരുത് എന്നുള്ള കാര്യം. അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കാര്യം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ലൂക്ക 18:1, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുതന്നെയാണ്, ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇനി എൻ്റെ നിയോഗം, 1ാമത്തെ നിയോഗം, 8 വർഷം കൊണ്ട് വീടിൻ്റെ 2 പ്രമാണം ജപ്തിയിൽ വെച്ചൊക്കെയാണ്. അപ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ജപ്തി ഒഴിവാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് വെക്കാം. അങ്ങനെ ഞാൻ നിയോഗം എഴുതിയത്.
എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് അച്ഛനെ കണ്ടൊരു ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു പ്രമാണം ക്ലിയറായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന്. പിന്നെ പോയി എല്ലാ മാസവും വരും കേട്ടോ, ആരെങ്കിലും വിളിച്ച് എങ്ങനെയെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ എത്തും, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടെത്തിക്കും, പത്രം വാങ്ങിച്ച് പോവും, രാത്രിയാവും എത്തും, എന്നാലും ആരെങ്കിലും വരും, കൂടെ ആരെങ്കിലും കാണും. അങ്ങനെ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം പ്രമാണം കൊണ്ടുവന്നു, അവിടെ ചെന്ന് എഴുതി, അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു എവിടെയാണോ ജപ്തി ഉള്ളത് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ചെയ്തു. ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ജപ്തി മാറ്റാനല്ലല്ലോ പറയേണ്ടത്, ജപ്തി മാറ്റി വസ്തു വിൽക്കാൻ വേണ്ടിയല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞില്ല, ഞാൻ ജപ്തി മാറ്റി തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഉടമ്പടി ഇതെടുത്തോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ വന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് ജപ്തി മാറ്റി. അതാണ് പറഞ്ഞത്, എഴുതുമ്പം നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ക്ലിയറായിട്ട് അമ്മ മാതാവിന് മനസ്സിലാകുന്ന രീതിയിൽ വെക്കണം. ജപ്തി മാറ്റി തന്നിട്ട് എനിക്ക് 8 വർഷമായി ജപ്തി മാറ്റി ക്ലിയർ ചെയ്ത് തന്നിട്ട് ഈ ഒക്ടോബർ 18-ാം തീയതി ആ ഒരു വസ്തു വിറ്റ് മറ്റേ വസ്തുവിൻ്റെ പ്രമാണം എടുത്ത് എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ആര് സാധിച്ചെന്ന്? അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് സാധിച്ചത്, വേറെ ആരുമല്ല. എനിക്കിവിടെ നിന്ന് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, സത്യമായ കാര്യമാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം. വിശ്വസിച്ച അമ്മ മാതാവ് കൂടെ ഇറങ്ങി വരും. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് 30 വർഷത്തിൽ വീടിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിച്ച ആളുടെ പേരിൽ തന്നെയായിരുന്നു. അമ്മയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, കോർപ്പറേഷനിൽ കയറി ഇറങ്ങി, ഒന്നും ആയില്ല. അവസാനം പുതിയ പ്ലാൻ വരച്ച് ഇത് എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അവർ വന്നു, എൻജിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആൾക്കാർ വന്ന് വീട് നോക്കിയപ്പം പറഞ്ഞു എല്ലാം ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. മാതാവിൻ്റെ ഇടപെടൽ മൂലം ഒരു പുതിയ എൻജിനീയർ വന്നു, ഞങ്ങൾ സൈറ്റ് കണ്ടു, എല്ലാം ക്ലിയറാക്കി ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി ഞങ്ങൾക്ക് ആ രേഖ പുതുതായിട്ട് തന്നു. അതുകൊണ്ട് അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് കോടാനുകോടി അമ്മ മാതാവിന് നന്ദി പറയുന്നു. പരിശുദ്ധ ഉപ്പ്, അത് എൻ്റെ അച്ഛൻ കൂടെ വന്നിട്ടില്ല. അച്ഛനൊരു ദിവസം ജോലിക്കിടയിൽ തലയിറങ്ങി വീണു. അപ്പോഴത്തേനും വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ചെല്ലണം എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സീറ്റ് എടുത്തിട്ടൊക്കെ ഉണർന്നിട്ടില്ല, തട്ടി വിളിച്ചിട്ട് ഉണർന്നിട്ടില്ല. അച്ഛൻ വരും, അച്ഛൻ്റെ കൂടെ വന്നെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴും കൈ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉപ്പും തൈലും ഒക്കെ കയ്യിൽ കൂടെ ഉണ്ടാവും. അച്ഛന് ഉപ്പ് കൊടുത്തു. സത്യം പറയട്ടെ, ഉപ്പ് കൊടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഉപ്പ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല, എൻ്റെ കൂടെ എണീറ്റ് വന്നു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തോടുകൂടി അത് മുന്നോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മാതാവിനെ പ്രാവശ്യം അമ്മ കൂടെ വരും. ഞാൻ എന്ത് കാര്യവും അമ്മയോടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ എന്നും ജപമാല ചൊല്ലും. അമ്മയെ ഞാനും മോനും ഒക്കെ കൂടെ ഇരുന്ന് അവനെ അറിയില്ല എങ്കിലും കൂടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസമുള്ള കാര്യങ്ങൾ ചെന്ന് പറയുമ്പോഴേ മാതാവ് ചെവി പൊത്തും. കാരണം വന്ന് അടുത്ത പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് വരുവാണ്, അടുത്ത പരാതി പറയാൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇവിടെ എനിക്ക് 38 വർഷം കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇത് അറിഞ്ഞില്ല, ഇവിടെ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ അത്രയ്ക്ക് അത് അനുഭവിക്കണമായിരുന്നിട്ടുണ്ടാവും. കാര്യം ഇവിടെ വന്നപ്പോഴത്തേനും എൻ്റെ പകുതി എല്ലാം എനിക്ക് മാതാവ് മാറ്റി തന്നു. ഇനിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്നിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് അമ്മ മാതാവ് ഇല്ലാതെ പറ്റൂല, അതങ്ങനെ ആയിപ്പോയി. അമ്മ മാതാവ് കൂടെ വേണം. എന്ത് കാര്യത്തിനും ഏതിനും മാതാവേന്ന് വിളിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നോട് പിണങ്ങി പോകരുതേ എന്നാണ് ഞാൻ ഈ അവസാനം വരെയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കുമല്ലോ. പത്രം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. കടകളിൽ, ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. ചിലവർ പത്രം വാങ്ങിക്കില്ല. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹസ്ബൻഡ് പറയും അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പം അടുത്ത ആളെടുത്ത് കാര്യം പറഞ്ഞിട്ട് കൊടുക്കും. വാങ്ങിക്കുന്നവരുണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പത്രം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കും. ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കാം. പക്ഷേ ഹോസ്പിറ്റലാകുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാൻ ചില സിസ്റ്റേഴ്സ് സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുകൾക്കൊക്കെ കൊടുക്കും. അവർ വന്ന് വാങ്ങിക്കും. പിന്നെ ഇതിന് ഉടമ്പടിക്ക് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിനും അമ്മ മാതാവിയെന്ന് വിളിക്കാതെ ഞാൻ ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങില്ല. എനിക്ക് വിളിച്ച വിളി കേൾക്കും.
അത്രയ്ക്കാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടോ നമ്മളൊന്ന് വിളിച്ചാൽ മാത്രം മതി. എന്ത് കാര്യങ്ങൾ ഇവിടെ ഗൾഫിൽ പോകാനാണെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാവാനാണെങ്കിലും ജർമ്മനി പോകാനാണെങ്കിലും എന്തിനും നിങ്ങൾ വിശ്വസ്തയോടുകൂടി ഇറക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ, എൻ്റെ പേര് ടോണി, ഞാൻ കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം 19/3/2024. ഞാനെൻ്റെ +1 എൻ്റെ അമ്മയാണ് എനിക്കിവിടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്, എൻ്റെ അമ്മയും അപ്പനും. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യമേ ഒന്നും വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ വെറുതെ വരും, പിന്നെ തിരിച്ചു പോകും. പിന്നെ അമ്മ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലിരിക്കും. ഇരിക്കാൻ നേരം വീണ്ടും അമ്മ പ്രാർത്ഥിക്കാൻ നേരം ചുമ്മാ അമ്മയുടെ കൂടെ ഇരിക്കും, പിന്നെ ഇറങ്ങിയിട്ട് പോകും. ഞാൻ എൻ്റെ +2 പഠിച്ചുകൊണ്ട സമയത്താണ് നമ്മുടെ കൊറോണ സമയം വന്നത്. എൻ്റെ പ്രിൻസിപ്പാൾ, എൻ്റെ സാറുമാർ എന്നോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും തോറ്റു, നീ പരീക്ഷയ്ക്ക് പാസ്സാകത്തില്ലെന്ന് 100% എന്നോട് പറഞ്ഞു. എനിക്കന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ സ്കൂളിൽ പോയ സമയമാണ്. എൻ്റെ അമ്മയ്ക്കും എനിക്കും അത് നല്ലപോലെ അങ്ങ് വിഷമം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിഷമമായിപ്പോയി. എനിക്കങ്ങ് മനസ്സിന് വലിയ ഒരു കല്ലെടുത്ത് വെച്ച പോലെ വേദനയായിപ്പോയി. ഞാൻ പഠിക്കുമായിരുന്നു, പക്ഷേ വലിയതായിട്ടൊന്നും പഠിക്കുന്ന ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഞാൻ വലിയതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് എൻ്റെ പ്രിൻസിപ്പാളും എൻ്റെ ടീച്ചർമാരും, എനിക്ക് വേണ്ടപ്പെട്ട ടീച്ചറും കൂടെ ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഇടിഞ്ഞു പോയി. അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നീ ഈ ആവശ്യമില്ലാത്ത രീതിയിൽ ചുമ്മാ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്കിരുന്ന് നല്ല രീതിയിൽ മാതാവിനോടുള്ള വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൈലം നെറ്റി പൊഴുത്താനെല്ലാം പറഞ്ഞു തന്ന് ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ +2 70% മേളിൽ നല്ല രീതിയിൽ മാർക്കോടെ പാസ്സായി. ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ഞാൻ ഒരുപാടെടുത്ത് അഡ്മിഷൻ പോയി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോളേജൊന്നും എനിക്ക് കിട്ടിയില്ല. അവസാനം എനിക്ക് എൻ്റെ അടുത്ത തന്നെയുള്ളൊരു കോളേജ് മാതാവ് വരെ എനിക്കൊരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഞാനവിടെ ബികോമിന് പഠിച്ചു. പക്ഷേ ബികോമിന് പഠിച്ച സമയത്ത് ഞാൻ പാസ്സായി, പക്ഷേ ഒന്നിനും സപ്ലി പോലും ഇല്ലാതെ എല്ലാത്തിനും പാസ്സായി. പക്ഷേ ബികോമിന് ശേഷം ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. ബികോം പഠിച്ചതിന് ശേഷം ബികോം കഴിഞ്ഞിട്ട് വേറെ ഒന്നും പഠിക്കാനല്ലാതെ ഇനി ജോലിക്ക് പോകാനുള്ള വിചാരത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി ആലോചിച്ചു. പക്ഷേ ജോലിക്ക് പോയിടത്തെല്ലാം എനിക്ക് കിട്ടുന്ന സാലറി 6000, 5000 കുറവുള്ള സാലറി പാക്കേജ് ആയിരുന്നു എല്ലായിടത്തും. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത്, ദൈവം ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സാലറി ഇത്രയേ ഉള്ളല്ലോ, ഇതിനും നല്ല വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നേ ഉള്ളൂ, ദൈവം ഇത്ര പഠിച്ചിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഡിഗ്രിക്ക് 58% മാർക്കുണ്ടായിരുന്നാൽ MBA എന്ന് പറഞ്ഞ കോഴ്സിന് പോകാൻ പാടായിരുന്നു. ഞാനപ്പം ഉള്ളിടത്തെല്ലാം MBA കോഴ്സ് അന്വേഷിച്ച് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു 65% നല്ല മാർക്കുണ്ടെങ്കിൽ 65% മേളിൽ മാർക്കുണ്ടെങ്കിൽ MBAക്ക് കിട്ടുകയുള്ളൂ. അപ്പം എവിടുന്ന് ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു, അവിടെ നിന്നെല്ലാം എനിക്ക് റിജക്ഷനാണ് കിട്ടിയേക്കുന്നത്. ഞാനപ്പം MCOMന് നോക്കി. MCOMന് ചെന്നാൽ ഞാൻ ഉദ്ദേശിച്ച കോളേജ് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വിളി വന്നു. DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി വാഗമൺ പുള്ളിക്കാനത്ത് എനിക്ക് MBAക്ക് സീറ്റ് ലഭിച്ചു. പക്ഷേ ഞാൻ ചേർന്ന സമയം മുതൽ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇതിന് വരുന്ന കമ്പനിക്കാർ അഥവാ പ്ലേസ്മെൻറ്റ് വരുന്നതെല്ലാം നോക്കുന്നത് 70% മേളിൽ മാർക്കുള്ള കമ്പനികൾ മാത്രമേ നല്ല കമ്പനികൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ MBA വെറുതെ പഠിച്ചിട്ട് വെളിയിൽ പോയി പ്ലേസ്മെൻറ്റ് നോക്കാമെന്നായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സ് വീണ്ടും ഇടഞ്ഞു. ഞാനപ്പോൾ ഓർത്ത്, ദൈവമേ എന്നെ ഇവിടെ നീ പരീക്ഷിക്കുകയാണല്ലോ, എല്ലായിടത്തും ചെല്ലുന്നിടത്തെല്ലാം എനിക്ക് അവഗണനയും റിജക്ഷൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഞാൻ എൻ്റെ അമ്മ പറയുന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ ഇത്രയും ചേർന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ തള്ളി പറയുന്നത്, എന്നെ ഇതുപോലെ ഒറ്റപ്പെടുത്തുന്നതെന്ന് ഓർത്തു. അവസാനം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇതുപോലെ കിട്ടുമെന്ന്. കാരണം കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്ലേസ്മെൻറ്റ് വന്നു. ആദ്യത്തെ തന്നെ പ്ലേസ്മെൻറ്റിൽ എനിക്ക് കിട്ടി. അത് ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ അമ്മ മാതാവ്, കർത്താവ് എൻ്റെ കൈ വിട്ടില്ലെന്ന് ഞാൻ പറയും. അതുപോലെ എൻ്റെ മനസ്സ് അതുപോലെ നേറിയും വിഷമിച്ചും മുറിഞ്ഞ് ഞാൻ ഉറങ്ങാതെ പോലെ ഇരുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ റൂമിലുള്ള കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ദൈവം എടാ എനിക്കിത് ജോലി കിട്ടാതാവുമോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപ മുടക്കി പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു, എടാ കിട്ടും, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. കാരണം എനിക്ക് ആ പാടെ ഇത്ര ശതമാനം മാർക്കേ ഉള്ളായിരുന്നു, ജോലി കിട്ടത്തില്ലെന്നോ എൻ്റെ മനസ്സിൽ. കാരണം പാവം എൻ്റെ അപ്പനും അമ്മയും ജോലി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ ഇത്രയും പൈസ മുടക്കി ഇവിടെ പഠിപ്പിച്ചു. പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ഒന്നും കിട്ടത്തില്ലെന്നുണ്ട്. ലാസ്റ്റ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു കമ്പനി പ്ലേസ്ഡായി. ഞാൻ ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി ജോയിൻ ചെയ്യണം. ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് 6 റൗണ്ട് ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, HR റൗണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റിനെല്ലാം ഞാൻ കയറിയ സമയത്ത് എൻ്റെ അമ്മ തന്ന, അന്ന് ഞാൻ +2 പഠിച്ചുകൊണ്ട സമയത്തുള്ള കൈ തന്ന കാശ് രൂപം ഈ തൈലം നെറ്റി പുരട്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉപ്പ് എൻ്റെ നാവിൽ ചെറുതായിട്ട് വെക്കും.
നാവി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കൈവിടരുതേ, എനിക്ക് ഓരോ റൗണ്ടിൽ നീ എത്തിക്കണമേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന പ്രാർത്ഥനയോടെയാണ് മുന്നോട്ട് പോയത്. ഈശോയ്ക്കും അമ്മയ്ക്കും വളരെയധികം നന്ദി. പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു സ്നേഹമുള്ളൊരു അപ്പനെയും അമ്മയും നല്ലൊരു അനിയനെ കിട്ടിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും അനിയനുമാണ്. അവരിവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം ഈശോയുടെ മുൻപിൽ നന്ദി പറയുന്നു. അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യം കൊടുത്ത് അവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഇവിടുന്ന് ലഭിക്കുന്ന ഉടമ്പടി പത്രം എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. ഞാൻ കുരിശടിയിലും അല്ലവ പള്ളികളുടെ വെളിയിൽ നേർച്ചപ്പെട്ടിയുടെ മേളിലായിട്ടൊക്കെ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പൊടിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്രങ്ങൾ ഞങ്ങളുടെ അയലോക്കത്തുള്ള, ആദ്യമേ എനിക്ക് മടിയായിരുന്നു അയലോക്കത്തുള്ള വീടുകളിൽ കൊണ്ട് നേരിട്ട് പത്രം കൊടുക്കുന്നത്. അവരെന്ത് വിചാരിക്കും, അവരെ കളിയാക്കുക എന്നുള്ള വിചാരത്തിലായിരുന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ അമ്മയുടെ വാക്ക്, അതുമില്ല അമ്മയുടെ വാക്ക് പോലും മാത്രമല്ല, എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ട്, ദൈവമേ നീ എന്ന അവസരങ്ങൾക്ക് ഞാൻ തിരിച്ച് നിന്നോട് എന്തെങ്കിലും കടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വെറും നന്ദികേട്ടവനായിപ്പോവും. ഞാനപ്പം ഓരോ വീടുകളിലും ചെന്ന് ഓരോരുത്തരും അത് എല്ലാ വീടുകളിലും ചെന്ന് പത്രങ്ങൾ നേരിട്ട് കൊണ്ടെടുപ്പിക്കും. മേടിക്കാൻ മടിയുള്ളവർക്ക് കൊടുക്കാതിരിക്കും. അതെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ചില ആൾക്കാർ പറയും, അയ്യോ ഇത് ഞങ്ങളിവിടെ എടുക്കത്തില്ല, എനിക്കിത് വേണ്ട. ചില ആൾക്കാർ വീട് തുറന്ന് കയറി വരുമ്പോൾ തന്നെ മടി കാണിക്കുന്നവരുണ്ട്, അയ്യോ ഗേറ്റ് തുറക്കല്ലേ, ചില പേടിച്ചിട്ടായിരിക്കും ഇപ്പോഴത്തെ കാലമായത്. പിന്നെ ചില ആൾക്കാർ പറയും, അയ്യോ എനിക്ക് പത്രം വേണ്ട, ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പില്ല. അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കത്തില്ല. ആവശ്യം വേണ്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടി മാത്രം ഞാൻ കൊടുക്കും. ഓരോ വീടുകളിലും കയറി ചെന്ന് ഞാൻ കൊടുക്കും ഓരോരുത്തർക്കായി. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 11/1/2023 മുതൽ ഉടമ്പടിയിലാണ്. 2023 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു GNM നേഴ്സായ എൻ്റെ ആഗ്രഹം പുറത്തു പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. എൻ്റെ കൂട്ടുകാർ എല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവരെല്ലാം OET പാസ്സായി പുറത്തു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ ആദ്യകാലത്ത് അവർ പറഞ്ഞിട്ടൊന്നും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം കൂട്ടുകാർ പറയുകയും പിന്നീട് എനിക്കത് പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ, യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരികയും ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ IELTS എഴുതിയപ്പോൾ മാതാവ് എനിക്ക് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും വിശ്വസിച്ചത്. UK സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് UK പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഓവർ കോൺഫിഡൻസ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് മാതാവ് കണ്ടതുകൊണ്ട് തന്നെ ആവാം എൻ്റെ IELTS ഇന്ന് എക്സ്പയറായി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും അവർ പെട്ടെന്ന് ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ബാൻ ചെയ്യുകയും അവർ ഒരു വിസ പോലും ഇഷ്യൂ ചെയ്യാതിരിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മെറിറ്റ് എന്നുള്ള എൻ്റെ അഹങ്കാരം ഞാൻ താത്തുവച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയതെല്ലാം ഭൗതിക നിയോഗങ്ങൾ വിട്ട് ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരു അക്രൈസ്തവയായ ഞാൻ മാതാവ് എന്താണെന്നറിയാനും ദൈവവിശ്വാസത്തിലോട്ട് ആഴുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നറിയാനും ഉള്ള രീതികളായിരുന്നു ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നത്. കൃത്യമായി എല്ലാ പ്രാർത്ഥനയും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഭൗതിക നിയോഗം പോലും അമ്മയോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ഇഷ്ടപ്പെടാൻ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അങ്ങോട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം എനിക്കതിനുള്ള അനുവാദം തന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നു ഇത്രയും വർഷമായി. 5ാം പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടും, കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, എല്ലാം കൃത്യമായി ചെയ്യും. പക്ഷേ ഞാൻ എന്നിട്ടും ആഗ്രഹിച്ചില്ല പുറത്ത് പോകണമെന്ന്. 5ാം ഉടമ്പടി പുതുക്കി ഞാനൊരു മീറ്റിങ്ങിലിരിക്കെ, ഞാനൊരു താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ മീറ്റിങ്ങിലിരിക്കെ ആ ചൊവ്വാഴ്ച ദിവസം എൻ്റെ ഒരു പഴയ സുഹൃത്ത്, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, നിനക്ക് ഇങ്ങോട്ടേക്ക് പോരരുതോ, എക്സാം എഴുതരുതോ, പുറത്തൊന്നും നോക്കരുതോ, ഇത്രയും കഴിവുണ്ടായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, കഴിവിലല്ല കാര്യം, എനിക്കൊരു മെറിറ്റും ഇല്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് ഞാൻ ആ അയച്ച കൂട്ടുകാരന് തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നീട് എനിക്കൊരു സംശയം, ഇത് അമ്മ എന്നെ തോന്നിപ്പിച്ചാണോ ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നെങ്കിൽ. പിന്നെ എനിക്ക് പേടിയായിരുന്നു, കാരണം എനിക്ക് എൻ്റെ മെറിറ്റെന്ന് വിശ്വസിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ വന്നു. സന്ധ്യാപ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കൊരു ഉത്തരം തരണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ടോസ് ഇട്ട് നോക്കും.
അങ്ങനെ ടോസ് ഇട്ട് നോക്കിയപ്പം അമ്മ മുന്നോട്ട് നീങ്ങാൻ തന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങി അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കൂടുകയും ചെയ്തു. അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. എക്സാം സെൻറ്റർ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ട്രെയിനിൽ ചെന്നൈയിലായിരുന്നു എക്സാം. ചെന്നൈ ഞാൻ താമസിച്ച ഹോട്ടലിൽ റൂമിൽ എല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം കിട്ടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതുപോലെ പാടായിരുന്നു. എനിക്ക് പാസ് മാർക്ക് പോലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് പക്ഷേ ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും. കാരണം അറിയുമ്പോൾ വിഷമപ്പെടിക്കണ്ട. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ ഒപ്പം വരുമെന്ന്. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെ ചെന്ന് എക്സാം സെൻറ്ററിൽ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു എക്സാമിന് ഒരു ആർട്ടിക്കിളും പുറത്തുനിന്ന് കയറ്റാൻ പറ്റാത്ത ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ട് അവർ കാണാതെ ഞാൻ അതും കൊണ്ട് കയറി. ഒരു നുള്ളുപ്പ് എൻ്റെ സീറ്റിനടിയിലും ഞാൻ ആ മേശപ്പുറത്തും അവർ കാണാതെ ഞാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, എൻ്റെ എക്സാമിന് അമ്മ എനിക്ക് മുൻപേ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എക്സാം കൗണ്ട് ഡൗൺ തുടങ്ങി. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല. 800 മാർക്കിലുള്ളത് 500 മാർക്ക് വേണം പാസ് മാർക്ക്. ഒരു ചോദ്യം പോലും അറിയാത്ത എനിക്ക് ഉറക്കവും ക്ഷീണവും വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം തനിയെ എൻ്റെ മനസ്സിൽ ഓപ്ഷൻസ് ABC ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നി, ഇത് എത്രാമത്തെ ചോദ്യമാണ്, ഇനി എത്ര സമയം കൂടെ ബാക്കിയുണ്ട്, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇനി ടൈം ഔട്ട് ആവുമോ, എനിക്ക് പാസ്സാവത്തേ ഇല്ല എന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി. ഇനി എൻ്റെ മെറിറ്റിലില്ല, അമ്മ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ എനിക്ക് വിഷമവും വരുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മ എനിക്കിത് സമയം അറിയാൻ പറ്റുന്നില്ലല്ലോ കമ്പ്യൂട്ടറിൽ എവിടെയാണെന്ന്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഈ സമയം എത്ര ആണെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗ്രേ ബനിയനിട്ട ലേഡി എക്സാം സെൻറ്റർ പുറത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത്. എനിക്ക് തിരിച്ച് തമിഴ് പറയാൻ അറിയില്ല. ഞാൻ അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ എന്താ അത്? അവർ അവസാനം എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പം ആ സ്ത്രീ എൻ്റെ മൗസ് മേടിച്ച് എന്നെ തൊട്ട് കാണിച്ചു, നിൻ്റെ ടൈം ഇനി 20 മിനിറ്റും കൂടി ഉള്ളൂ ചോദ്യം തീരാൻ ആ 20 മിനിറ്റ് ഉള്ളപ്പോഴാണ് ആ ലേഡി എൻ്റെ അടുത്ത് വരുന്നത്. ഇനി ചോദ്യങ്ങൾ ബാക്കി 100 ചോദ്യങ്ങൾ കൂടെ കിടക്കുന്നു എന്ന് അവരെന്നെ കാണിച്ചു തന്നു. ആ 20 മിനിറ്റ് കൊണ്ട് ആർക്കും പറ്റത്തില്ല ആ ചോദ്യങ്ങൾ വായിച്ചു തീർത്ത് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ, സർജിക്കൽ അതുപോലുള്ള പാടുള്ള സബ്ജക്റ്റുകളാണ്. അങ്ങനെ ആ 20 മിനിറ്റ് കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ABC എന്നുള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് ഞാൻ പോയി. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് അന്നേരം കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയി. എക്സാം സെൻറ്ററിൽ ഞാൻ അതിയായ വിഷമത്തോടെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്, എനിക്കൊരു ഉറപ്പുമില്ല ഈ എക്സാം പാസ്സാവുമെന്ന്. ഇത്രയും എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് ഇത് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അമ്മയോട് ചോദിച്ചു. എഴുന്നേറ്റപ്പോൾ എൻ്റെ സീറ്റിനടിയിൽ ഒരു മുല്ലപ്പൂ കിടക്കുന്നു. ആ മുല്ലപ്പൂ ഞാൻ ഓർത്തിതാരാ മുല്ലപ്പൂ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി അവിടെയുള്ള എക്സാം കോർഡിനേറ്റേഴ്സിനോടെല്ലാം ചോദിച്ചു, ഈ മുല്ലപ്പൂ. അന്നേരം അവരെന്നോട് തിരിച്ചു പറഞ്ഞു, ഒരു ഹെയർ ആർട്ടിക്കിൾ പോലും കയറ്റാത്ത നിങ്ങളുടെ ഹെയർ ആർട്ടിക്കിൾ അഴിച്ചു വെപ്പിച്ചെങ്കിൽ ആ മുല്ലപ്പൂ എവിടെ നിന്ന് വന്നു? നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്ല, ഇത് എൻ്റെ സീറ്റിനടിയിൽ കിടന്നതാണ്. അല്ല, ഇവിടെ ഒരു ഹെയർ ആർട്ടിക്കിൾ എന്നല്ല, ഒരു സാധനങ്ങളും ഒരു ജപമാല പോലും ഉള്ളിൽ കയറ്റാത്ത നിങ്ങളുടെ സീറ്റിനടിയിൽ ഇങ്ങനൊരു സാധനം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും ഹെയർ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മേൻ്റെ അടുത്ത് വന്നതാണ്, അതാണ് എനിക്കൊരു മുല്ലപ്പൂ തന്നെ എന്നെ അടയാളം സ്ഥിരീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെയും എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥന നടത്തുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം ഹസ്ബൻഡിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ എക്സാം തോക്കുമായിരിക്കും, എക്സാം കിട്ടത്തില്ലായിരിക്കും. അതിന് ഹസ്ബൻഡ് പറയും, നീ മാതാവി വിശ്വസിക്കുന്നില്ലേ, അപ്പോൾ നിനക്ക് എക്സാം കിട്ടും എന്ന് ഹസ്ബൻഡ് എന്നോട് പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ കുറേ ആളുകളുടെ മാർക്ക്, അതിൽ എൻ്റെ മാർക്കും കുറേ പേരുടെ മാർക്ക് മാത്രം വെള്ള കോളത്തിൽ, ബാക്കിയുള്ളവരുടെ എല്ലാം കറുത്ത കോളത്തിലാണ് മാർക്ക്. ആ മാർക്ക് കണ്ടത് 42, വെറും 42 എന്ന മാർക്ക്.
അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കി, 3 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി 42 എന്ന് പറഞ്ഞാൽ 842 മാർക്ക് തോറ്റു എന്നാണ്. ഞാൻ തോറ്റു എക്സാം എന്ന് ഞാൻ വിചാരിച്ചു. അവസാനം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ആ മാസാവസാനം എൻ്റെ എക്സാമിന് റിസൾട്ട് വന്നു. 542 എന്ന മാർക്ക് തന്ന് അമ്മ എന്നെ വീണ്ടും പ്രതീക്ഷിക്കുന്നതിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തി. അന്നേരം ഞാൻ 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് 1000 നന്ദി ഞാൻ അറിയിച്ചു. എനിക്ക് വിഷമമാണോ സന്തോഷമാണോ, അമ്മയെ കെട്ടിപ്പിടിക്കാനുള്ള അത്രയും സ്നേഹം എനിക്ക് അമ്മയോട് തോന്നി. അമ്മേനെ വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം വീണ്ടും ഡിലേ ആയി. എൻ്റെ കൂടെയുള്ളവരെല്ലാം കയറിപ്പോയി, കുറേ പേരൊക്കെ മെഡിക്കൽ റിജക്റ്റായി. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പക്ഷേ എന്നും എല്ലാ മാസവും ഇവിടെ വരും, എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരു അക്രൈസ്തവ നീന്തന എല്ലാ മാസവും ഇവിടെ വരുന്നത്, പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അമ്മയെ കാണും. ആ മാസത്തെ പത്രങ്ങൾ എനിക്ക് നിർബന്ധമാണ്, എല്ലാ മാസത്തെ പത്രങ്ങളും മേടിക്കണം, അത് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ ഞാൻ എല്ലാ മാസത്തെ പത്രങ്ങളും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഞാൻ മേടിച്ച പത്രത്തിൽ ജപമാല മാസം, ആ മാസത്തിൽ ഞാൻ എഴുതിയിട്ടു. ആ ഒരു ഡേറ്റ് ഡിസംബർ 17 എന്നൊരു ഡേറ്റ് ഞാൻ എഴുതിയിട്ടു. പക്ഷെ ഞാൻ പോലും മറന്നുപോയി ആ ഡേറ്റ് എഴുതിയിട്ടത്. ആ ഡേറ്റ് എഴുതി ഞാൻ എല്ലാ മാസത്തെ ഒരു പത്രം എന്നേലും പോകാൻ പറ്റും വിദേശത്ത് പോകാൻ പറ്റും എന്ന ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അമ്മ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തിൽ ആ പത്രങ്ങളെല്ലാം ഞാൻ ശേഖരിച്ച് ആ ഫയലിൽ വെക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ചൊവ്വാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്ക് പാടായിരുന്നു, ഇൻ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് കലണ്ടറിൽ നോക്കിയപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ പുറത്ത് നിന്നപ്പോഴാണ് ഇൻ്റർവ്യൂ വന്നതും ചൊവ്വാഴ്ച. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ചൊവ്വാഴ്ച ഇത് അമ്മ കൊണ്ടു തന്ന ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മ തന്നാണെങ്കിൽ എനിക്ക് വീണ്ടും ഒരു അടയാളം കൂടെ തരണം. അന്ന് തന്നെ അമ്മ എൻ്റെ വിസ നമ്പരും ഇട്ട് തന്നു. എനിക്ക് ഞാനപ്പോൾ ഉറപ്പിച്ചു അമ്മ തന്നാണ്. ആ ചൊവ്വാഴ്ച എനിക്ക് വിസ നമ്പരും ഇൻ്റർവ്യൂ ഓഫർ ലെറ്ററും അമ്മ തന്ന അനുഗ്രഹിച്ച അമ്മ തന്നെയാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അതിൻ്റെ പിറ്റേന്ന് മെഡിക്കലിൽ വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും ഒക്കെയുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും പല ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് മുൻപേ അമ്മ അവിടെ എത്തണം, എങ്കിൽ മാത്രമേ എനിക്ക് മെഡിക്കൽ കിട്ടത്തുള്ളൂ. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ എക്സ്റേ പാച്ചുണ്ട്, എക്സ്റേയിൽ പാടുകളുണ്ട്. എൻ്റെ നെഞ്ചിൽ എക്സ്റേയിൽ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അപ്പം എനിക്ക് മുൻപേ എല്ലായിടത്തും അമ്മ ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അക്രൈസ്തവയായതുകൊണ്ട് ബൈബിള് വചനങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മനപ്പാടമില്ല. ആ മനപ്പാടം ആവാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എറണാകുളത്തായിരുന്നു മെഡിക്കൽ. എറണാകുളം വരെ കൊന്ത ജോലിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഓരോ റൂമിലും ഞാൻ കയറുമ്പം ഞാൻ വളരെ ടെൻഷനോട് കൂടിയാണ് കയറുന്നത്. ഉപ്പും ഈ പറഞ്ഞ പോലെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കുന്നത്, അവർ കാണാതെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ട് തൈലം ബാഗിനകത്ത് പാത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് തൈലം ഞാൻ നെഞ്ചിൽ തേച്ച് എക്സ്റേ റൂമിൽ കയറി ബ്ലഡ് കൊടുക്കാൻ നേരം ബ്ലഡിൽ കയ്യിൽ ഞാൻ തേച്ചിട്ട് ആ കുത്തുന്ന ഭാഗത്ത് അവരെടുത്തോട്ടെ ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ ഞാൻ തേച്ചാണ് മെഡിക്കൽ റൂമിലെല്ലാം കയറി ലാസ്റ്റ് റൂമിൽ ECG റൂമിൽ കയറുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് മുൻപേ ഒരു ലേഡി ഈ ജോസഫ് അച്ഛൻ തന്ന ആ കാശ് രൂപം അണിഞ്ഞ് ഒരു ലേഡി എനിക്ക് മുൻപേ കയറുന്നുണ്ട്. എല്ലാ റൂമിലും കയറി ആ സ്ത്രീ തിരിച്ചിറങ്ങിയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വാക്സിൻ റൂമിൽ ഞാൻ കയറിയപ്പോഴും ആ ലേഡി അവിടെ കയറി ഇറങ്ങി ഞാൻ വെളിയിൽ വന്നിരുന്നു. അവരെൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, സൗദി. ആദ്യമായിട്ടാണോ? ഞാൻ പറഞ്ഞു, അതെ. പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇവിടോട്ടാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, സ്ഥലമായിട്ടില്ല, ഇന്ന സ്ഥലമാണ്, ഇന്ന ഹോസ്പിറ്റലാണ്. അന്നേരം എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, പണ്ട് ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാശ് രൂപം ഇങ്ങനെ ഞാൻ കാശ് രൂപത്തിലുള്ള കൂടുതൽ നോക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ പോകുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. പേടിക്കേണ്ട, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എനിക്ക് അടയാളം തന്ന് സ്ഥിരീകരിച്ചാണ്. എനിക്ക് മുൻപേ അമ്മ പോകണമെന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, യാചിച്ചത്. എനിക്ക് മുൻപേ അമ്മ എല്ലാ റൂമിലും കയറി ഇറങ്ങി എന്നെനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിച്ചു. 3 മണിയായപ്പോൾ എൻ്റെ മെഡിക്കൽ റിസൾട്ട് വന്നു. അമ്മ മെഡിക്കൽ ഫിറ്റാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ചു.
അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് കൊടുക്കണമ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാ കാര്യങ്ങളും എൻ്റെ ചൊവ്വാഴ്ചയാണ്, അപ്പോൾ വിസയെ എനിക്ക് ചൊവ്വാഴ്ച തന്നാൽ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എനിക്ക് ഉറപ്പായേനെ. അങ്ങനെ അവസാനം ചൊവ്വാഴ്ചയാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എനിക്ക് ഇട്ട് തരുന്നതും ചൊവ്വാഴ്ചയായിരുന്നു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇപ്പം ഞാൻ വിസയും കൈപ്പറ്റി നേരെ എറണാകുളത്തുനിന്ന് വിസയും കൈപ്പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നത് അമ്മയോട് സാക്ഷ്യം പറയാനായിട്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രധാനമായും കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ. ഞാൻ ഫീൽഡ് തല ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെ കാണാൻ പറ്റും. അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യും. പിന്നെ പത്രം വാങ്ങിച്ച് ആദ്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടേ മറ്റാർക്കും കൊടുക്കത്തുള്ളൂ. കാരണം കുറേ പേര് എന്നെ നോക്കി ഇരിക്കുന്നവരുണ്ടായിരുന്നു ഫീൽഡിൽ, അവർ ആ പത്രം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൂടാതെ ഞാൻ വിശേഷവിധിയായി ജോസഫ് അച്ഛൻ പറയും, വിശേഷവിധിയായി ചെയ്യണം എന്തെങ്കിലും ധ്യാനത്തിൽ, അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് അച്ഛൻ പറയും. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ആലോചിച്ചു, സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, വിശേഷവിധിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് കൈവച്ച് എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് ഞാൻ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പിന്നെ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്കൊക്കെ ധനസഹായം, എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളാണേലും ഞാൻ ഓൺലൈനിൽ എനിക്ക് അറിയാവുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഏറ്റവും ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശത്രുക്കളോട് ക്ഷമിക്കാൻ പറ്റിയത്, എനിക്ക് ഭയങ്കര മനസ്സിൽ പകവച്ച് പെരുമാറുന്ന സ്വഭാവമായിരുന്നു. എന്നോട് മോശമായിട്ട് പെരുമാറിയ ഓരോരുത്തരോടും ഞാൻ അങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് അവരോടൊക്കെ എളിമപ്പെട്ട് അങ്ങോട്ട് കയറി മിണ്ടാനും അങ്ങോട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ എനിക്ക് അതിനുള്ള കൃപയും അമ്മ എനിക്ക് തന്നു. മാതാപിതാക്കളോടാണേലും എല്ലാവരോടും എനിക്ക് അനുകമ്പയും, ഒരു വയ്യാഴിയെന്ന് പറഞ്ഞാൽ ആരോടായാലും അനുതാപവും അനുകമ്പയും എല്ലാം, എനിക്ക് തെറ്റ് ചെയ്താൽ കുറ്റബോധവും എല്ലാം എനിക്ക് അമ്മ അതിനുള്ള കൃപയെല്ലാം തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി സാക്ഷ്യങ്ങൾ പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം